നമസ്കാരം, ഞാൻ ദീപ്തി. ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസൽ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. പേടിക്കുന്നതാര്? ജോർജിനെ പേടിക്കേണ്ടത് തോമസ് ഉണ്ണിയാടൻ. സെക്യുലർ പാർട്ടി പുനരുജ്ജീവിപ്പിക്കുന്നതിൽ ഭയമില്ല. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ UDF വോട്ടുകൾ ചോരില്ലെന്നും പുതിയ ചീഫ് വിപ്പ്. ജോർജിനെ മാത്രമല്ല, ഒപ്പമുള്ള ആൾക്കൂട്ടത്തെയും ഭയക്കേണ്ട കാര്യമില്ല. കേരള കോൺഗ്രസുകൾ യോജിക്കണമെന്ന PC തോമസിന്റെ അഭിപ്രായം സ്വാഗതം ചെയ്യുന്നുവെന്നും ഉണ്ണിയാടൻ. മാണിയും മകനും അഴിമതിക്കാരാണെന്ന് താൻ കരുതുന്നില്ലെന്ന പ്രഖ്യാപനവുമായി PC തോമസ്. ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന തോമസിന്റെ ആശയം നല്ല തുടക്കമെന്ന് KM മാണിയുടെ സർട്ടിഫിക്കറ്റ്. PC തോമസിന്റെ ഐക്യനീക്കം കേരള കോൺഗ്രസിലെ പുതിയ രാഷ്ട്രീയ തന്ത്രമെന്ന് നിരീക്ഷണം. PC ജോർജിന്റെ സെക്യുലർ പാർട്ടി പുനരുജ്ജീവന പ്രഖ്യാപനം ഇന്ന്. വിഗ്രഹങ്ങൾക്ക് രക്ഷയാകാൻ സരിതയുടെ വിവാദ കത്തിൽ അന്വേഷണം പ്രഹസനമാക്കി ആഭ്യന്തര വകുപ്പിന്റെ പുതിയ നീക്കം. കത്തിന്റെ ഉറവിടവും നിജസ്ഥിതിയും തിരയാൻ ചുമതല വിഗ്രഹമോഷണ കേസുകൾ അന്വേഷിക്കുന്ന ആന്റി ടെമ്പിൾ തെഫ്റ്റ് സ്ക്വാഡിന്. അന്വേഷണത്തിന് തുടക്കം ലഭ്യമായ വിവരങ്ങളുടെയും മാധ്യമ വാർത്തകളുടെയും അടിസ്ഥാനത്തിൽ. സരിതയിൽ നിന്നും ജോസ് കെ മാണിയിൽ നിന്നും മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം. ഒറിജിനൽ കത്ത് പിടിച്ചെടുക്കാനായില്ലെങ്കിൽ അന്വേഷണം വെറുതെ. അന്വേഷണവുമായി സഹകരിക്കുമെങ്കിലും കത്ത് കൈമാറുന്ന പ്രശ്നമില്ലെന്ന് സരിത. കത്ത് തന്റെ സ്വകാര്യതയെന്നും വിവാദ നായിക. കത്ത് കിട്ടിയില്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണം തീരും. കയ്യിലുണ്ടെന്ന് പറഞ്ഞ തെളിവും രേഖയും ഹാജരാക്കാതെ ജോസ് കെ മാണി. പരാതി നൽകുമെന്ന് പ്രഖ്യാപിച്ച സരിതയ്ക്കും മൌനം. വിവാദ വഴി തേടി വീണ്ടും യോഗം. സർക്കാരിന്റെ എതിർപ്പ് വകവയ്ക്കാതെ വീണ്ടും VC-മാരുടെ യോഗം വിളിക്കാൻ ഗവർണറുടെ തീരുമാനം. കഴിഞ്ഞ അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടുമായി 29-ന് രാജ്ഭവനിലെത്താൻ നിർദ്ദേശം. UDF-നെ ചൊടിപ്പിച്ച മുൻ യോഗം നടന്നത് കൊച്ചിയിൽ. സർക്കാരിന്റെ അധികാരം കവരാൻ ശ്രമമെന്ന് ആക്ഷേപം. സർവകലാശാലകളുടെ ശുദ്ധീകരണം ലക്ഷ്യമെന്ന് ഗവർണർ P സദാശിവത്തിന്റെ വിശദീകരണം. ഗവർണർ ലക്ഷ്യം വെക്കുന്നത് വിവിധ സർവകലാശാലകളിലെ സിലബസ്, പരീക്ഷകൾ, പ്രവേശനം, മൂല്യനിർണ്ണയം, ഫലപ്രഖ്യാപനം എന്നിവയുടെ ഏകീകരണം. അപ്രധാന പരീക്ഷകളുടെ മൂല്യനിർണ്ണയം കോളേജുകളെ ഏൽപ്പിച്ചേക്കും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി പോകുന്നതിന് തൊട്ടുമുൻപ് P സദാശിവം വിളിച്ച യോഗം ചാൻസലറുടെ അധികാരം വ്യക്തമാക്കിക്കൊണ്ട്. തീരുമാനത്തിൽ നീരസവുമായി രാഷ്ട്രീയ നേതൃത്വം. പ്രതിരോധത്തിൽ പുതിയ പ്രമാണം. ആണവ സഹകരണം ഉൾപ്പെടെ 17 സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ച് ഇന്ത്യ ഫ്രാൻസ് സൌഹൃദത്തിന് പുതിയ മുഖം. ധാരണയിൽ ഒപ്പുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാൻസ്വാ ഒലോന്തും. ഫ്രാൻസിൽ നിന്ന് 36 റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യയുടെ നിർണായക തീരുമാനം. റാഫേൽ വിമാനങ്ങൾ എത്രയും വേഗം വ്യോമസേനയുടെ ഭാഗമാക്കുമെന്ന് മോദിയുടെ പ്രഖ്യാപനം. മഹാരാഷ്ട്രയിലെ ജയ്താപൂർ ആണവ പദ്ധതിയുമായി മുന്നോട്ടു പോകാനും ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ചയിൽ ധാരണ. ഇന്ത്യയിൽ 200 കോടി യൂറോയുടെ നിക്ഷേപം നടത്തുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ്. ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസൽ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.